ഗേറ്റ് സീരീസിൻ്റെ ഫൈനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ടോപ്പിക്കുകളാണ് ഞാൻ ഈ ചാനലിടാറ്. അപ്പോൾ നിങ്ങളുടെ ഏരിയ അതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, അതോടൊപ്പം ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി ആക്സസ് ടൈമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനായി നിങ്ങൾ രണ്ട് ഫോർമുലകളാണ് ഓർത്ത് വെക്കേണ്ടത്. എഫക്റ്റീവ് ആക്സസ് ടൈം വിത്തൗട്ട് പേജ് ഫോൾട്ട് ഇല്ലാതെയുള്ള മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് ഹിറ്റ് റേഷ്യോ ഇൻറ്റു ആക്സസ് ടൈം ഓഫ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ TLB പ്ലസ് ആക്സസ് ടൈം ഓഫ് മെയിൻ മെമ്മറി പ്ലസ് മിസ് റേഷ്യോ ഇൻറ്റു ആക്സസ് ടൈം ഓഫ് TLB പ്ലസ് ലെവൽ പ്ലസ് 1 ഇൻറ്റു ആക്സസ് ടൈം ഓഫ് മെയിൻ മെമ്മറി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ മെയിൻ മെമ്മറി ആക്സസ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടാവും. TLB ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ ഉണ്ടെങ്കിൽ അതായത് പേജിങ് സിസ്റ്റത്തിലെ TLB ഉണ്ടാകുമല്ലോ, TLB ആക്സസ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ എത്ര ലെവൽ ഉണ്ട് പേജിങ്ങിന് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതാണ് L. അതേപോലെ ഹിറ്റ് റേഷ്യോയും കൊടുത്തിട്ടുണ്ടാവും. ഈ ഹിറ്റ് റേഷ്യോനെ നമ്മൾ 1ൽ നിന്ന് മൈനസ് ചെയ്യുക അല്ലെങ്കിൽ 100ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതാണ് മിസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആക്സസ് ടൈം വിത്തൗട്ട് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ പേജ് ഫോൾട്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പേജ് ഫോൾട്ട് റേറ്റും പേജ് ഫോൾട്ട് സർവീസ് ടൈമും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പേജ് ഫോൾട്ട് റേറ്റ് ഇൻറ്റു എഫക്റ്റീവ് ആക്സസ് ടൈം വിത്തൗട്ട് പേജ് ഫോൾട്ട്, അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആക്സസ് ടൈം പ്ലസ് പേജ് ഫോൾട്ട് സർവീസ് ടൈം പ്ലസ് 1 മൈനസ് പേജ് ഫോൾട്ട് റേറ്റ് ഇൻറ്റു എഫക്റ്റീവ് ആക്സസ് ടൈം വിത്തൗട്ട് പേജ് ഫോൾട്ട്. ഈ രണ്ട് ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോർമുലയെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ എ പേജിങ് ഹാർഡ്വെയർ വിത്ത് TLB. അസ്യൂം ദാറ്റ് ദ എൻറ്റയർ പേജ് ടേബിൾ ആൻഡ് ഓൾ ദ പേജസ് ആർ ഇൻ ഫിസിക്കൽ മെമ്മറി. ഇറ്റ് ടേക്സ് 10 milliseconds ടു സെർച്ച് ദ TLB. അപ്പോൾ TLB ആക്സസ് ചെയ്യാനുള്ള സമയം 10 milliseconds. 80 milliseconds to access the physical memory, അതായത് മെയിൻ മെമ്മറി ആക്സസ് ടൈം 80 milliseconds. The TLB hit ratio is 0.6. The effective memory access time in milliseconds is, അപ്പോൾ ഹിറ്റ് റേഷ്യോ 0.6 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് റേഷ്യോ എന്ന് പറയുന്നത് 1 മൈനസ് 0.6, അതായത് 0.4 ആയിരിക്കും. ഇത് വിത്തൗട്ട് പേജ് ഫോൾട്ടാണ്, കാരണം പേജ് ഫോൾട്ട് നമ്മളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം വിത്തൗട്ട് പേജ് ഫോൾട്ട് ഫസ്റ്റ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 0.6 ഇൻറ്റു 10 പ്ലസ് 80 പ്ലസ് 0.4 10 പ്ലസ് 2 ഇൻറ്റു 80. കാരണം ഇവിടെ ഒറ്റൊരു ലെവലാണ് ഉണ്ടാകുള്ളൂ. നമ്മൾ ലെവൽസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ സിംഗിൾ ലെവലാണ് കൺസിഡർ ചെയ്യുക. ഇനിയിപ്പോൾ ലെവൽസ് 2 ലെവൽ പേജിങ് സിസ്റ്റം അല്ലെങ്കിൽ 3 ലെവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ L 2 3 ആ എത്ര ലെവലുണ്ടോ അതാണ് L. അപ്പോൾ L+1 എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് സിംഗിൾ ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ L+1 എന്ന് പറയുമ്പോൾ 1+1 2, അങ്ങനെയാണ് 2 ഇൻറ്റു 80 എന്ന് വരുന്നത്. അപ്പോൾ ഉത്തരം 122 milliseconds, അതായത് ഓപ്ഷൻ B. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ പ്രോസസ് എക്സിക്യൂട്ടിംഗ് ഓൺ ആൻ OS ദാറ്റ് യൂസസ് ഡിമാൻഡ് പേജിംഗ്. ദ ആവറേജ് ടൈം ഫോർ മെമ്മറി ആക്സസ് ഇൻ ദ സിസ്റ്റം ഇസ് M units if the corresponding memory page is available in the memory and D units if the memory access causes a page fault. It has been experimentally measured that the average time taken for memory access in the process is X units. Which one of the following is the correct expression for the page fault rate experienced by the process? അപ്പോൾ ഇവിടെ let the page fault rate be P ഉണ്ടെങ്കിൽ, പേജ് ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? D units of time വേണം. പേജ് ഫോൾട്ട് ഇല്ലെങ്കിൽ M units of time വേണം. അപ്പോൾ P ഇൻറ്റു D പ്ലസ് 1 മൈനസ് P ഇൻറ്റു M ആണ് നമ്മൾ ടോട്ടൽ എടുക്കുന്ന ആക്സസ് ടൈം, അതായത് X എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇക്വേഷൻ. X ഇസ് ഈക്വൽ ടു P ഇൻറ്റു D പ്ലസ് 1 മൈനസ് P ഇൻറ്റു M. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, Pനെ പുറത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് Pനെ സബ്ജക്റ്റ് ആക്കുന്നു. Pനെ സബ്ജക്റ്റ് ആക്കുന്ന നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ X മൈനസ് M ബൈ D മൈനസ് M, അതായത് ഓപ്ഷൻ B. പേജ് ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഒരു ടൈമും പേജ് ഫോൾട്ട് ഇല്ലാത്തപ്പോൾ വേറൊരു ടൈമും. അപ്പോൾ പേജ് ഫോൾട്ട് ഉള്ള സമയത്തൊക്കെ നമ്മൾ D യൂണിറ്റ്സ് ഓഫ് ടൈം എടുക്കുന്നു, പേജ് ഫോൾട്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ M യൂണിറ്റ്സ് ഓഫ് ടൈം എടുക്കുന്നു. ഇത് രണ്ടിൻ്റെ സമ്മാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗേറ്റ് എല്ലാവരും നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്ത് പാസ്സാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.